ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറേ നാളായി ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടല്ലേ, അപ്പം പ്രത്യേകിച്ച് ഒരു കണ്ടന്റും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇത്രയും നാൾ ഞാൻ ചെയ്യാതിരുന്നത്. ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ ഡേ ആണ് എന്നെ സംബന്ധിച്ച്. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടി ആവണി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന്. അപ്പോൾ ആവണിക്കുട്ടിക്ക് കൂടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാലോ, ഞാനൊരു തുടക്കക്കാരിയാണ്. എനിക്ക് അധികം വീഡിയോ ചെയ്തിട്ടൊന്നും പരിചയമില്ല. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാലും മുഴുവൻ കാര്യങ്ങളൊന്നും ഒരു ദിവസത്തെ എനിക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല വീഡിയോയിൽ. ഇപ്പോഴും ക്യാമറയോടുള്ള എൻ്റെ പേടി മുഴുവനായിട്ട് അങ്ങ് മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുകയായി കേട്ടോ. അപ്പം ഞാനിന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട്. 5:15 ഞാൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പതിവ് പണികളൊക്കെ ഞാൻ ആരംഭിച്ചു കേട്ടോ. ചോറ് വയ്ക്കലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും ഒക്കെ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റവ ദോശയാണ്. പിന്നെ ഒരു സാദാ ചമ്മന്തി, ഉണക്കമുളകും നാളികേരവും സവാളയും തക്കാളിയും ഒക്കെ ചേർത്തിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ ദോശയ്ക്ക് കഴിക്കുന്നത്, അതാണ് ഉണ്ടാക്കുന്നത്. റവ ദോശ ഞാൻ ലക്ഷ്മി നായരുടെ വീഡിയോ കണ്ടിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പം 1-2 ശരിയായി, ബാക്കിയുള്ളത് ശരിയായില്ല. അപ്പോൾ ശരിയാവാത്തത് ഞാൻ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു റവ വെച്ചിട്ട് തന്നെ, റവയും നേന്ത്രപ്പഴവും വെച്ചിട്ട് തന്നെ വേറൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ലഡ്ഡും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, എനിക്ക് പഴം വെറുതെ തിന്നുന്നത് ഇഷ്ടമല്ല എന്ന് ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു ബനാന കേക്ക് ഉണ്ടാക്കുന്നത് ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ. ആ വീഡിയോ കാണാത്തവർ പ്ലീസ് ഒന്ന് ആ വീഡിയോ ഒന്ന് പോയി കാണണേ. അപ്പോൾ മോനായാലും പഴം വെറുതെ തിന്നണത് ഇഷ്ടമില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്നാക്സുകളൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ചായ അവിടെ തിളച്ച് പൊന്തുന്നുണ്ട് കേട്ടോ. ദോശ ശരിയാവാത്ത ദോശ ഞാൻ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റവ നേന്ത്രപ്പഴം ഉണ്ട എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് വെച്ചാൽ, ആദ്യം റവ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. ശേഷം പുഴുങ്ങി വെച്ച നേന്ത്രപ്പഴവും ഉരുക്കിയ ശർക്കരയും കുറച്ച് നാളികേരവും ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കുക. എന്നതിന് ശേഷം ചെറിയ ഉരുളകളാക്കിയിട്ട് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരുകയാണ് ചെയ്യേണ്ടത്. നല്ല രുചികരമായിട്ടുള്ളൊരു ലഡ്ഡു ആണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. പഴം കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അമ്മമാർ ഇതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു ഇത്. അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കി ചേർക്കുകയാണ്. എൻ്റെ മുഴുവനായിട്ട് അങ്ങ് ഉരുകിയില്ല കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ആകെ വെപ്രാളം പിടിച്ചിട്ടാണ് കേട്ടോ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് 6 മണിക്ക് എൻ്റെ ഹസ്ബൻഡ് എത്തുകയാണ്. 9 മാസങ്ങൾക്ക് ശേഷം ആൾ ബഹറിനിലാണ്. അപ്പം ഞാൻ തിരക്ക് പിടിച്ച് വേഗം ചെയ്യുക. 6 മണിയാകുമ്പം എത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഏകദേശം സമയം 6 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 ദിവസം ക്വാറൻറ്റൈനിലൊക്കെ ഇരിക്കണമല്ലോ. അപ്പം റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും. അപ്പോൾ ഇതിനിടയ്ക്ക് ദോശയ്ക്കുള്ള ചമ്മന്തിയൊക്കെ ഞാൻ അരച്ച് കഴിഞ്ഞു കേട്ടോ. ഈ കാണുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കിഴുത്തുള്ളി മഹാവിഷ്ണു ക്ഷേത്രമാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നത്. പോകാനൊരു കാരണമുണ്ട് കേട്ടോ. ഞാൻ 20കളിൽ നിന്നും 30കളിലേക്ക് കടന്നു. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. പ്രായം കൂടിയതിൽ സന്തോഷമുണ്ട്, അതേപോലെ തന്നെ കുറച്ച് വിഷമമുണ്ട്. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. അങ്ങനെ എത്രയോ പേര് വളരെ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ 30 വയസ്സ് വരെ ജീവിക്കാൻ പറ്റിയതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയാണ്. 30കളിലേക്ക് കടന്നപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫിസിക്കലി ആൻഡ് മെൻ്റലി ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പം ഫിസിക്കലി പറയുകയാണെങ്കിൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ചിലപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൻ്റേതായിരിക്കാം. നമ്മുടെ ഭക്ഷണ രീതികളും പഴമക്കാരുടെ പോലെയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഏജിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് മുടി അവിടെ ഇവിടെയൊക്കെ നരച്ചിട്ടുണ്ട്. പല്ലുകൾക്ക് ചെറുതായി കേടുപാട് വന്നിട്ടുണ്ട്. പിന്നെ മെൻ്റൽ സ്ട്രെങ്ത്ത് നന്നായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ പൈസയൊക്കെ സേവ് ചെയ്യാനും അധികം ചിലവാക്കാതെ നോക്കാനൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ട് മുൻപത്തേക്കാട്ടിലും. വയസ്സ് അത് വെറും ഒരു സംഖ്യ മാത്രമാണല്ലേ. ഒരിക്കലും നമ്മുടെ മനസ്സ് വയസ്സാവാൻ നമ്മൾ സമ്മതിക്കരുത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് നന്നാക്കാനും ഫിസിക്കൽ ഹെൽത്ത് നന്നാക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ എല്ലാവരും 30കളിലേക്ക് കടക്കുന്ന എല്ലാവരും
നമ്മളെ കൂടുതലായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട സമയം ആയിട്ടുണ്ട്. അമ്പലത്തിൽ ആരും ഇല്ല കേട്ടോ, ഞാനും മോനും മാത്രമേ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ആച്ചു ഒരു ബാഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ബാഗ് അവൻ്റെ പപ്പ കൊണ്ടുവന്നതാണ്. ഒരു സ്പൈഡർമാൻ്റെ ഒരു ബാഗാണ്. ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ബാഗ് കിട്ടിയപ്പോൾ എന്തായാലും ഇടണമെന്ന് വാശി പിടിച്ചു. അപ്പോൾ പിന്നെ ഞാനും എൻ്റെ പേഴ്സും മൊബൈലും ട്രൈപോഡും ഒക്കെ ബാഗിൽ വെച്ചു. എനിക്കതൊരു ഉപകാരമായി എന്തായാലും. പിന്നെ എനിക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ ഒരു അബദ്ധം പറ്റിയിട്ടോ. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ എന്താണ് എനിക്ക് പറ്റിയ അബദ്ധം എന്ന്? ഞാനും മോനും മാസ്ക് എടുക്കാൻ മറന്നു. വീട്ടിലെത്താറായപ്പോഴാണ് ഓർമ്മ വന്നത്. ഭാഗ്യത്തിന് പിന്നെ ആരും കണ്ടുപിടിച്ചില്ല. അമ്പലത്തിലും ആരും ഇല്ലാത്ത കാരണം ശാന്തിയും മാസ്കൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു പോന്നു. അപ്പം ഈ ഒരു തെറ്റ് ആരും ആവർത്തിക്കരുത് കേട്ടോ. അതിനും കൂടി വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത്. ഒരു 15 മിനിറ്റേ ഞങ്ങൾ അമ്പലത്തിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓട്ടോയിൽ പോയ കാരണം കൊണ്ട് തന്നെ വേഗം പോയി വേഗം തിരിച്ചു വന്നു. എനിക്ക് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റാണ് കേട്ടോ ഈ ഡ്രസ്സ്. 1199 രൂപയാണ് ഈ ഡ്രസ്സിൻ്റെ വില. ഡ്രസ്സിന് മാച്ചായി തന്നെയാണ് മാസ്ക് ഉള്ളത്. നല്ല ഭംഗിയുള്ള മാസ്കാണ്. ഇപ്പം അങ്ങനെയല്ലേ ട്രെൻഡ്. പിന്നെ ഞാൻ കയ്യിൽ കിട്ടിയിരിക്കുന്ന വാച്ചും അതേപോലെ തന്നെ ബാഗും അനീഷേട്ടൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.